എം.വി. ജയരാജൻ, കണ്ണൂരിന്റെ വിപ്ലവ മണ്ണിലെ ചെന്താരകം, CPIM-ന്റെ കണ്ണൂർ കരുത്ത്. വെല്ലുവിളികളെ തന്റേടത്തോടെ എതിരിട്ട് കണ്ണൂരിൽ CPIM-നെ നയിച്ച നേതാവ്, വർഗീയ ഫാസിസ്റ്റ് ആശയങ്ങൾക്കെതിരെ എക്കാലവും ശബ്ദമുയർത്തിയ കരുത്തനായ സാരഥി. ജയരാജൻ ജയിക്കേണ്ടത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള ജനങ്ങളെ ആവശ്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല, കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ജയരാജൻ ജയിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങളും അതിൻ്റെ സഹകരണങ്ങളും ഉണ്ടാകും എന്നാണ് വിളിക്കാറുള്ളത്. അത് ജയരാജൻ വ്യക്തിപരമായിട്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലക്ക് ജയരാജൻ ഈ കണ്ണൂർ ജില്ലയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ജയമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് എന്തായാലും അധികാരത്തിൽ വരണം. അതുകൊണ്ട് തീർച്ചയായും വരുമെന്നാണ് പറയാനുള്ളത്. LDF 100% ജയിക്കും. ഈ സുധാകരൻ ഒന്നും ചെയ്യാതെ ഇപ്പോൾ 10 വർഷം 2 പ്രാവശ്യം MP ആയിട്ട് ഒരു പ്രവർത്തനം നടത്താതെ MP ആണ് സുധാകരൻ. എപ്പോൾ കോൺഗ്രസിലേക്ക് പോകാൻ തന്നെ ഉറപ്പില്ല. ആ രീതിയിലേക്കുള്ളത് കൊണ്ട് എന്തായാലും M.V. രാജൻ ജയിക്കും. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാരോടും എൻ്റെ അഭ്യർത്ഥന, എന്നെ നിങ്ങൾ വിജയിപ്പിച്ചാൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സർവതോമുഖമായ പുരോഗതിക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ നേടിയെടുക്കാനും അനുവദിക്കുന്ന MP ഫണ്ട് ഒരു നയാ പൈസ പോലും പാഴാക്കാതെ ചെലവഴിക്കാനും ഒപ്പം ജനങ്ങളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ടത് അപ്രകാരവും അല്ലാത്തവ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഏറ്റെടുത്ത് ജനങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഞാനുണ്ടാവും. ഞാൻ ഒരിക്കലും കാലും മാറില്ല. ഞാൻ ഒരു ആദർശ ശുദ്ധിയോടുകൂടി പൊതുപ്രവർത്തനം ജനങ്ങൾക്കായി സമർപ്പിച്ച ആളാണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ വിശ്വസിക്കാം. നിങ്ങളെല്ലാം വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്നുള്ള വിനീതമായ അപേക്ഷയാണ് എനിക്കുള്ളത്.